Hello everyone, welcome back to my YouTube channel. It's me Riches Kochikari Saidi. So ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുല്ലേപ്പടിയിലാണ്. പുല്ലേപ്പടി നമ്മുടെ സ്ക്രാപ്പിൻ്റെ ഷോപ്പിലാണ്. ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ വരാറുള്ളൂ കേട്ടോ. ബിക്കോസ് അറിയാം നമുക്ക് ഓൾറെഡി വണ്ടിയുടെ കച്ചവടം ഉള്ളതുകൊണ്ടിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോക്കകത്ത് നമുക്കൊരു സന്തോഷ വാർത്തയും കൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടുണ്ട്. ഇന്നലെ അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 26-ാം തീയതി നമ്മുടെ യൂട്യൂബ് ചാനൽ അങ്ങനെ 19K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഒരു 10,000 ആളുകളും കൂടെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ 100K ആകുന്നതായിരിക്കും. സോ 100K സ്പെഷ്യൽ എന്ത് വേണമെന്നൊക്കെ ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്താകുമെന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ സ്ക്രാപ്പ് ഷോപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രീമിയം വണ്ടികളും മിഡ് പ്രീമിയം വണ്ടികളുടെ എന്ന് പറഞ്ഞാൽ കാറാണ് കേട്ടോ. ഈ പഴയ വണ്ടികളൊക്കെ ഇല്ലേ, പൊളിക്കുന്ന സ്ഥലമാണ്. ഇവിടെ നിങ്ങൾക്ക് പാർട്സ് അവൈലബിൾ ആണ്. എല്ലാ പാർട്സും, ഒട്ടുമിക്ക വണ്ടികളുടെയും പാർട്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. കൊറിയർ സർവീസും കൂടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇന്നിപ്പം ഇത് നിസാൻ സണ്ണിയുടെ അലോയ്സ് ആണ് 15 ഇഞ്ചസ് വരുന്നത്. അതിപ്പോൾ സെയിലായി നമ്മളത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അടുത്തത് ഞാൻ നിങ്ങൾക്ക് വേറൊരു വണ്ടി കാണിച്ചു തരാം. അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുറേ വണ്ടി ഉണ്ട് പൊളിക്കാൻ, എന്നാലും ഇത് കുറച്ച് സ്പെഷ്യലാണ്. കാരണം എനിക്കിഷ്ടപ്പെട്ട ഒരു ബ്രാൻഡിൻ്റെ വണ്ടിയാണ് ഗൈസ്, മിത്സുബിഷി ലാൻസർ. അപ്പോൾ ഇത് നമുക്കിപ്പോൾ പൊളിക്കാനായിട്ട് വന്നിരിക്കുന്ന വണ്ടിയാണ്. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓൾമോസ്റ്റ് ഇത് പൊളിച്ച് തുടങ്ങി. അലോയ്സ് ഉണ്ട്, അത് റെഡിയാക്കി എടുക്കണം. അത് പെയിൻ്റൊക്കെ ഒന്ന് പോയി തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ലാൻസറിൻ്റെ ഇൻറ്റീരിയർ. ലാൻസർ എന്ന് പറയേണ്ട ഈ ഒരു വണ്ടി കാണുമ്പോൾ എനിക്ക് ആക്ച്വലി ഓർമ്മ വരുന്നത് പൂങ്കാറ്റേ പൂങ്കാറ്റേ പൂ പോലെ വന്താണിവൾ, ആ പാട്ടില്ലേ, അതാണ് എനിക്ക് ശരിക്കും ഓർമ്മ വരുന്നത്. കാരണം ആ സിനിമയിൽ ലാൻസറിനെ ശരിക്കും, ലാൻസറിൻ്റെ റോഡ് പ്രസൻസും ആ ഒരു ഭംഗിയൊക്കെ ശരിക്കും ആ ഒരു പാട്ടിൽ എടുത്തറിയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം ബ്ലാക്കും കൂടെ ആയതുകൊണ്ടേ അടിപൊളിയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതേ സീറ്റൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഡോർ പാഡ്, ഗ്ലാസ്, സ്റ്റിയറിങ്, സ്പീഡോമീറ്റർ, AC വെൻസ്, പിന്നെ അതുപോലെ തന്നെ ഡാഷ്ബോർഡ്, അങ്ങനെ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. എന്തിന് ഈ സാധനത്തിന് വരെ നമുക്ക് ഇവിടെ കസ്റ്റമർ വരാറുണ്ട് ഗൈസ്. അപ്പോൾ ഈ സീറ്റ് ഇപ്പം ഇതിൽ നിലവിലിട്ടിരിക്കുന്ന ഈ ഒരു സീറ്റ് കവർ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അതൊന്ന് അപ്പോൾസ്റ്ററി ഒക്കെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ സെറ്റപ്പാണ്. പിന്നെന്തായിരുന്നു, അപ്പോൾ ഇതാണ് ഈ വണ്ടിയുടെ. പിന്നെ ഇതിൻ്റെ സത്യം പറഞ്ഞാൽ ലാൻസറൊക്കെ റീസ്റ്റോർ ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പാർട്സൊക്കെ എന്തായാലും ആവശ്യം വരും. ഇത് ഏത് വണ്ടിയാണിത്, മോഡലും മനസ്സിലാവില്ല. പിന്നെ ഇത് സൈഡ് മിറർ, ഫ്രണ്ട് ഗ്ലാസ്, ബോണറ്റ് എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇത് വരുമ്പോഴത്തേക്കും സാൻഡ്രോയാണ്. ഇതൊക്കെ റീസെൻ്റ്ലി കൊണ്ടുവന്നാണ് ഈ സാൻഡ്രോ. ഇതൊക്കെ പൊളിക്കാൻ തുടങ്ങി. പിന്നെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ നമ്മുടെ ജീറ്റോ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അതിപ്പോൾ പൊളിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ജീറ്റോൻ്റെ ഒക്കെ എന്തെങ്കിലും പാർട്സ് വേണമെങ്കിൽ പൊളിച്ചോ. പിന്നെ ഇൻഡിക്കേറ്റർ കാണിച്ചു തരാം കേട്ടോ. അയ്യോ, ഇതാണ് ഇൻഡിക്കേറ്റർ ഇൻറ്റീരിയർ ഇതാണ്. സീറ്റും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിലത്തെ കളഞ്ഞു കേട്ടോ. പിന്നെ ഉള്ളത് ബാക്കിലത്തെയാണ്. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ, ഐ മീൻ ഇവിടുത്തെ ഈ സംഭവങ്ങളൊക്കെ, AC വെൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ വിളിക്കുക. സ്റ്റിയറിങ്, പിന്നെന്താണ്, ഇതിൽ കടന്തൽ കൂട്ടിയിട്ടുണ്ടെന്ന് തോന്നട്ടെ ഗൈസ്. അവിടെ കടന്തലുണ്ട്, കണ്ട കടന്തൽ കുറേ ഇവിടെ എവിടെയോ ഇതിൻ്റെ കൂടുണ്ട്. ഞാനിപ്പോൾ രണ്ടാമത്തേനാണ് ഇപ്പോൾ കാണുന്നത്. പിന്നെന്താ പിന്നെ ഇതേതായിരുന്നു, നിസാൻ മൈക്ര അല്ലേ? യെസ്, നിസാൻ മൈക്ര. ഇതിൻ്റെ ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ പൊളിച്ച് പകുതിയായി. സത്യത്തിൽ ഇതണ്ട, ഇപ്പോൾ പൊളിച്ച് പകുതിയായി. ഇതിൻ്റെ സ്റ്റിയറിങ്, ടെയിൽ ലൈറ്റൊക്കെ പൊട്ടിയിട്ടോ ഗൈസ്. ടെയിൽ ലൈറ്റ് ഒന്നും നോക്കണ്ട നിങ്ങളതൊക്കെ പൊട്ടി. പിന്നെ വീഡിയോ എടുത്തോ. അയ്യോ, എടുത്തോ വീഡിയോ എടുത്തോ. എനിക്കുണ്ടല്ലോ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ഇത് കാണിക്കണ്ടേ നിങ്ങൾ. അതാണ് ഇത് നമ്മളുടെ വണ്ടിയുടെ എഴുതുന്നത് ഫിയറ്റ് പാലിയോ, അതിൻ്റെയാണ് ഇത്. അയ്യോ പറ്റൂല, എന്നെ കൊണ്ട് പറ്റൂല. 15, ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക്. 15 ഇഞ്ചസ് വരുന്നതാണ് ആ ടയർ, ആ അലോയ്സ്. അതിൻ്റെ 4 നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. 15,000 രൂപയാണ് ചോദിക്കണത്. നല്ല അടിപൊളി അലോയ്സ് ആണ് കേട്ടോ. ഇതാണ് അലോയ്സ്. എങ്ങനെയുണ്ട്, ഇതൊന്ന് ക്ലീൻ ചെയ്തെടുത്ത് ഞാൻ സെറ്റപ്പ് ആയിരിക്കും. ഫിയറ്റ് പാലിയോൻ്റെയാണ്. ഇതൊക്കെ ഏകദേശം പൊളിച്ച് പകുതിയായിട്ടാണ്. ഇവിടെ വണ്ടികൾ വന്നു കഴിഞ്ഞാൽ മാക്സിമം ഒരു ദിവസം
ഒരു ദിവസം അത്രയും കിടക്കുള്ളൂ, പിറ്റേ ദിവസം വണ്ടി പാർട്സ് ആയിട്ടുണ്ടാവും. അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഇത് ഏതാ വണ്ടി എന്ന് അറിയാമോ ഗൈസ് നിങ്ങൾക്ക്? ഇത് റെനോൾട്ടിനുണ്ട്, റെനോൾട്ട് പൾസ് ഇല്ലേ, പൾസ്, അതാ ആ വണ്ടിയാണിത്. ഇതും പൊളിച്ച് പകുതിയായി. ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലാം അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല, ജസ്റ്റ് ഓടിച്ചിട്ട് കാണിക്കുന്നു മാത്രമേ. ബിക്കോസ് നമുക്ക് ഇന്ന് ഓൾറെഡി ഒരു വണ്ടി നോക്കാനായിട്ട് പോകാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് വെറുതെ വന്നതാണ്. അപ്പോഴാണ് ഇങ്ങനെ വണ്ടികൾ കുറേ വന്നതായിട്ട് കണ്ടത്. പിന്നെ അതേ ഫിഗോ വന്നിട്ടുണ്ട്, പിന്നെ ഏതായിരുന്നു സാൻഡ്രോ ഉണ്ട്, സിറ്റി, ഹോണ്ട സിറ്റി, അങ്ങനത്തെ ഒരുപാട് വണ്ടികളുണ്ട്. അയ്യോ ഞാൻ ഇപ്പോൾ ഇവിടെ വീണാനേ ദൈവമേ. പിന്നെ ഏതായിരുന്നു ദേ ഫോർഡ് ഐക്കൺ എല്ലാം ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന വണ്ടി പൊളിച്ചായിരുന്നു കേട്ടോ, നമ്മുടെ ഫോർഡ് ഐക്കൺ പൊളിച്ചായിരുന്നേ. പിന്നെ ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് കുറേ വണ്ടികൾ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ എന്താ പറയുക, നമ്മുടെ വണ്ടി കച്ചവടമൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് തിരക്കായത് കൊണ്ടിട്ട് നമ്മൾ ഇങ്ങോട്ട് വരുന്നത് വളരെ കുറവാണ്. പാർട്സ് ഒക്കെ ആളുകൾ നമ്മൾ വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇവിടുത്തെ നമ്പർ കൊടുക്കാറാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ ഇവിടെ പൊളിക്കുന്ന വണ്ടികളുടെ പാർട്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. കുറേ പേര് നമുക്ക് ഇവിടെ പൊളിക്കാത്ത വണ്ടികളുടെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് അതൊന്ന് ശ്രദ്ധിക്കുക. ചിലപ്പോൾ ചില പ്രീമിയം വണ്ടികളുടെ നമ്മുടെ കയ്യിൽ ഉണ്ടാവത്തില്ല. പക്ഷെ ഇപ്പോൾ ഒരു കിടുക്കാച്ചി സാധനം വരുന്നുണ്ടെന്ന് നമ്മളെ അടുത്ത് പ്രദീപേട്ടൻ പറഞ്ഞായിരുന്നു. ഞാൻ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാം കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് കുറച്ച് വീഡിയോ എടുത്തു വെച്ചു മാത്രമേ ഉള്ളൂ. ഓക്കെ, എന്തുപറ്റി? പിന്നെ ഇനിയിപ്പോൾ അങ്ങോട്ട് നമുക്ക് പോകാം. ഇത് കണ്ടോ നിങ്ങൾ, ഹിന്ദിക്കാരുണ്ടോ? ഹിന്ദിക്കാർ ഇവരെയൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ശരിക്കും ഞാൻ ചില സമയത്ത് നമിച്ചു പോകും. കാരണം ഇത്രയും പോലും ഒരു കടന്ന് പണിയെടുക്കും. എനിക്ക് എന്താ പറയുക, ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് മനസ്സിലായത്, എന്നോട് പോലും സത്യം പറഞ്ഞ് ഇവിടെ ഇരിക്കണ ഹിന്ദിക്കാർ മര്യാദക്ക് സംസാരിക്കൂലെന്നേ. ഒരു ഭയങ്കരമായിട്ട് ഒരു പണി ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അത് പക്കയായിട്ട് ചെയ്ത് അങ്ങനത്തെ കുറേ ഹിന്ദിക്കാരുണ്ട് ഇവിടെ. ഞാൻ ചില സമയത്ത് ആലോചിക്കാറുണ്ട് കേട്ടോ. കാരണം മലയാളികൾ ഇവിടെ അധികം അങ്ങനെ പണിയെടുക്കാറില്ല. ഇവരൊക്കെയാണ് വരുന്നത്. ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ നാട്ടിൽ നിന്ന് ഇവർ ഇങ്ങോട്ട് വരുമ്പോൾ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ദുബായ് പോലെയാണ്. അതാണ് മെയിനായിട്ടുള്ളൊരു സംഭവം. ഇതാണ് ഇതർക്ക. ഈ ബയ്യനോട് സംസാരിക്കുമ്പോൾ ചോട്ടു ബൈ, എന്താണ് ബൈ മിണ്ടാതെ പോണ? അവർ പണി കണ്ട, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞില്ല, അവരുടെ അടുത്ത് മര്യാദക്ക് സംസാരിക്കില്ല. അവർ പണിയുടെ ഇടയ്ക്ക് അങ്ങനെ നമ്മുടെ അടുത്ത് സംസാരിക്കും. നമ്മൾ ചോദിക്കും, പാർട്സിൻ്റെ കാര്യമൊക്കെ ചോദിക്കുമ്പോൾ അവർ നമുക്ക് പറഞ്ഞു തരും, ഇന്ന സാധനങ്ങളൊന്നും. ഇതാണ് ഇവിടുത്തെ ബെഡ മെക്കാനിക്, ഇവിടുത്തെ ബെഡ ബൈ സഞ്ജയ് ഭായ് തീരെ നമ്മൾ മൈൻഡ് ചെയ്യൂല. അതിപ്പോ വീഡിയോ എടുക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അല്ല, നോർമലി നമ്മൾ സംസാരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ചിരിക്കൂല, സംസാരിക്കൂല. കണ്ടാ, ഇത് സംസാരിക്കും. പക്ഷെ സഞ്ജയ് ഭായ് അങ്ങനെയല്ല, ഫുൾ കോൺസെൻട്രേഷൻ, ഫുള്ള് വർക്കിലേക്ക് അത്രയും ഫോക്കസ്ഡ് ആയി നിൽക്കുന്ന ഒരാളാണ് സഞ്ജയ് ഭായ്. മിണ്ടൂലേ? കണ്ടാ, ഞാൻ പറഞ്ഞില്ലേ ചിരിക്കും കേട്ടാ, പാവമാണ്, വയ്യ പാവമൊക്കെ കേട്ടാ. ഗൈസ്, ഇവിടെയാണ് നമ്മുടെ എന്താ പറയാ വണ്ടി ഓൾമോസ്റ്റ് പൊളിക്കണതും. അതിന്റെ എൻജിൻ പാർട്സും, ടയറ്, ഡോർ പാഡ്, പിന്നെ എന്താ പറയാ ഹെഡ്ലൈറ്റ്, ടെയിൽ ലൈറ്റ്, വീൽ കപ്പ്, അങ്ങനെ എന്താ പറയാ എല്ലാം എഞ്ചിന്റെ പാർട്സ് ഒക്കെ നമുക്ക് ഇവിടെയാണ് കിട്ടുന്നത്. അതൊക്കെ ഇവിടെയാണ് കേട്ടോ ഇടുന്നത്. ദേ ഒരു സെന്നിന്റെ ബാക്ക് ഡിക്കി ഡോർ, ഒരു സെന്ന് ഇവിടെ വന്നത് മാത്രം അല്ല, ഒരു സെന്ന് ഇവിടെ വന്നത് മാത്രം ഓർമ്മയുണ്ട് ഗൈസ്. പീസായി വിത്തിൻ 1 day. അത് ഞാൻ പറഞ്ഞു, ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ ഒരു ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ, പെട്ടെന്ന് ക്ലിയർ ആവും. ഇവിടെ പിന്നെ എല്ലാ കാര്യങ്ങളായി നല്ല പക്കയായിട്ട് ചെയ്യുന്നുണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തിപ്പം എൻ്റെ ഏതെങ്കിലുമൊക്കെ വണ്ടിക്കൊക്കെ നമുക്ക് എന്തെങ്കിലും പാർട്സ് ഒക്കെ വേണം നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. എന്തുവാടാ പറഞ്ഞത്? ഹിന്ദി എനിക്കറിയില്ല, അതാണ് പ്രശ്നം. പിന്നെ ഇവിടെയൊക്കെയാണ് നമ്മൾ ഡോർ പാഡ്, തവേരേന്റെ ഡോർ, ബാക്ക് ഡിക്കി ഡോറാണ്.
അച്ചാടോ തിരക്കാടാ അവര്. സീനൊന്നുമില്ല, നല്ലതാണ്. അത് അയ്യോ ഡിക്കി എന്നിട്ട് വാഗനറിന്റെ ഡോർ പാഡ്, വാഗനറിന്റെ ഡിക്കി ഡോറ്. ഇത് പണ്ടുണ്ടായിരുന്നാണ് GM മോട്ടോഴ്സ്. എനിക്ക് ഓർമ്മയുണ്ട്, പല കസ്റ്റമേഴ്സ് പറയുമ്പോഴും ഞാൻ ഇപ്പോഴും ഓർക്കണ്ട് ഈ വണ്ടി വിൽക്കാനായിട്ട് വരുന്ന ഞാനില്ലേ അവിടെ നിന്ന് എടുത്തത് GM മോട്ടോഴ്സ്. പിന്നെ അയ്യോ പിന്നെന്തേലും നമുക്ക് അകത്ത് കാണിച്ചു തരാം. അകത്ത് അവിടെ നമ്മള് കൊറേ എന്താ പറയാ എന്തായിരുന്നു അതാണ് ഇവിടത്തെ നമ്മുടെ പ്രദീപേട്ടൻ മൊയിലാളി. പാവം ഉണ്ടോ പുള്ളി, ഒരു പാവം മനുഷ്യൻ. പക്ഷേ എടറിയ അന്നേരം എന്നോടൊന്നും കുഴപ്പമില്ല കേട്ടോ, നമ്മളങ്ങനെ ആർക്കും ദ്രോഹം ചെയ്യണല്ലോ, അതുകൊണ്ട് എന്നോടൊന്നും കുഴപ്പമില്ല. ചോദിച്ചു കഴിഞ്ഞാൽ സംശയമൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞുതരും. എവിടെ വേറൊരു ഇക്കയും കൂടെ ഉണ്ട് കേട്ടോ. ഇക്ക ഇവിടെ അല്ല, അപ്പുറത്താണ്. അപ്പൊ ഇവിടെയാണ് ഇത് കണ്ടല്ലോ, ഇവിടെയൊക്കെയാണ് കുറെ വണ്ടികളുടെ എഞ്ചിൻ. ഭയ്യ ഇതൊക്കെ എന്തായിരുന്നു ഭയ്യ? എഞ്ചിൻ മാത്രമേ ഉള്ളൂ ഇവിടെ? ഗിയർ ബോക്സ്. ഓക്കെ, എഞ്ചിൻ, ഗിയർ ബോക്സ് എല്ലാം ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ കണ്ട, ഞാൻ അടുത്തൊരു എക്സാമ്പിൾ പറഞ്ഞില്ലേ കണ്ട, അതാണ് ഞാൻ പറഞ്ഞത്. അവരാരും നമ്മുടെ അടുത്ത് അങ്ങനെ മര്യാദക്ക് സംസാരിക്കില്ല. പിന്നെന്താ സ്പീഡോമീറ്റർ, പിന്നെ കുറെ ഉണ്ട്. ഇത് ഇങ്ങനെ പറഞ്ഞോന്ന് എനിക്ക് അറിയാൻ പാടില്ല, ഞാൻ അതാണ് അധികം മിണ്ടാത്തത്. നിങ്ങൾക്ക് ആവശ്യമുള്ള വണ്ടികളുടെയൊക്കെ ഏതെങ്കിലുമൊക്കെ പാർട്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവരെ വിളിച്ചാൽ മതി. ഓക്കെ, എന്നിട്ട് വിളിച്ച് ചോദിക്കുക പാർട്സ് ഉണ്ട് ഇല്ലേ എന്നുള്ളത് ചോദിക്കുക ഉള്ളത്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഗൈസ്. വേറൊരു വണ്ടി വരുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടാ. പിന്നെ അലോയ്സ് ഉണ്ട്, വീൽ കപ്പ് ഉണ്ട്, എന്താ പറയാ ഈച്ച് ആൻഡ് എവറി പാർട്സ്. ഇവിടെ പൊളിച്ചിരിക്കുന്ന എല്ലാ വണ്ടികളുടെയും പാർട്സ് നമുക്ക് ഇവിടെ തന്നെ അവൈലബിൾ ആണ്. കൊറിയറും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കൊറിയർ സർവീസും അവൈലബിൾ ആണ്. അത് അവർ മാർക്ക് ചെയ്തിടണേ ഏത് പാർട്സിന്റെ ആണെന്നുള്ളത്. ഞാൻ എക്സാമ്പിൾ കാണിച്ചത് ഇത് കണ്ട, ഏത് വണ്ടിയുടെ എന്നുള്ളത് ഫിയസ്റ്റയുടെ ആണ് ഇത് കണ്ട, അങ്ങനെ എഴുതി വെക്കും. അപ്പൊ അവർക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് എടുത്തു കൊടുക്കാനായിട്ട് പറ്റും. അതാണ് സംഭവം. അതിന്റെ ബാക്കിലായിട്ട് റേഡിയേറ്റർ അതൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത്ര ഉള്ളു ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ബെൻസ് അല്ല ഫിയസ്റ്റയുടെ അലോയ്സ് 3 ഇരിപ്പുണ്ട് കേട്ടോ. അപ്പൊ ഇത്ര ഉള്ളു ഗൈസ്. ഞാൻ എന്തായാലും കുഞ്ഞു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വേറൊരു അതാണ് ഞാൻ പറയട്ടെ, ഒരു വണ്ടി വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യാം. ഓക്കെ ഗൈസ്. അപ്പൊ നേരത്തെ വീഡിയോയിൽ ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ബെൻസ് നമുക്ക് ഒരെണ്ണം വരുന്നുണ്ട്, ഒരു വണ്ടി വരുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ കാണുന്ന ബെൻസ് ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇടാം, അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അപ്പൊ എന്തായാലും നമ്മൾ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിച്ച വണ്ടികളും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പാർട്സ് നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ വണ്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം, ലൊക്കേഷനും കൊടുത്തേക്കാം. വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നേരെ ഇവിടെ വന്നിട്ട് വാങ്ങിച്ചാൽ മതി. കൊറിയർ സർവീസും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.